ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ജേക്കബ് തലപ്പള്ളി അച്ഛ, പ്രിയപ്പെട്ട പ്രൊവിൻഷ്യൽ സുപ്പീരിയർ മദർ കൊച്ചുറാണി, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ഏറ്റവും സ്നേഹം നിറഞ്ഞ മീൻകുന്നം ഇടവകാംഗങ്ങളെ, ഒത്തിരിയേറെ ആനന്ദത്തോടെയും അതിലേറെ നന്ദിയോടും കൂടെയാണ് ഞങ്ങൾ ഓരോരുത്തരും ഇന്നിവിടെ ആയിരിക്കുന്നത്. ഒരു ജനതയുടെ കഷ്ടപ്പാടുകൾ തോളിലേറ്റി ദൈവജനത്തിന്റെ വിശ്വാസ ജീവിതം, അവരുടെ ത്യാഗപൂർണമായ വിശ്വാസ ജീവിതം ഹൃദയത്തിൽ സ്വീകരിച്ച് അവർക്ക് വേണ്ടി മുന്നിട്ടിറങ്ങി ജീവിച്ച ഒരു വന്യ പുരോഹിതന്റെ, ധന്യൻ വർഗീസ് പയ്യപ്പള്ളി അച്ഛന്റെ ഒരിക്കലും മരിക്കാത്ത പാവന സ്മരണകൾക്ക് മുൻപിൽ ഒത്തിരി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെയാണ് ഇന്ന് ഈ ദേവാലയത്തിൽ ഞങ്ങളായിരിക്കുന്നത്. 1876 ആഗസ്റ്റ് 8-ാം തീയതി കോന്തുരുത്തിയിൽ പയ്യപ്പള്ളി പാലക്കാപ്പള്ളി കുടുംബത്തിൽ ലോനൻ കുഞ്ഞുമറിയം ദമ്പതികളുടെ മകനായി ബഹുമാനപ്പെട്ട ധന്യൻ വർഗീസ് പയ്യപ്പള്ളി അച്ഛൻ ഭൂജാതനായി. പുത്തൻപള്ളി സെമിനാരിയിലും കാണ്ടി പേപ്പി സെമിനാരിയിലും നിന്ന് വൈദിക പഠനം പൂർത്തിയാക്കി 1907 ഡിസംബർ 21-ാം തീയതി അദ്ദേഹം പൗരോഹിത്യ പട്ടം സ്വീകരിച്ചു. തുടർന്ന് കടമക്കുടി, ആലങ്ങാട്, ആരക്കുഴ എന്നീ ദേവാലയങ്ങളിൽ വികാരിയായി സേവനം ചെയ്തു. മാത്രമല്ല, അന്നത്തെ പ്രശസ്തമായ ആലുവ സെയിന്റ് മേരീസ് സ്കൂളില് അദ്ദേഹം മാനേജറായും സ്തുത്യർഹമായ സേവനം ചെയ്തു. മറ്റു പല സ്തുത്യർഹമായ സംഭാവനകളും അദ്ദേഹം അതിരൂപതയ്ക്കും തിരുസഭയ്ക്കും പ്രദാനം ചെയ്തിട്ടുണ്ട്. 1920-22 കാലഘട്ടത്തിൽ ആരക്കുഴ സെയിന്റ് മേരീസ് ഇടവക ദേവാലയത്തിന്റെ വികാരിയായിരുന്നപ്പോഴാണ് ഈ മീൻകുന്നം ദേശത്തെ വാസികൾ അവിടെ ഒരു ദേവാലയം ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ ഒത്തിരി മൈലുകൾ താണ്ടി ആരക്കുഴ ദേവാലയത്തിൽ വന്ന് വിശുദ്ധ ബലിയിൽ സംബന്ധിച്ചിരുന്നതായി അദ്ദേഹം ശ്രദ്ധിക്കാനിടയായത്. അവരുടെ കഷ്ടപ്പാടുകളും ത്യാഗങ്ങളും കണ്ട് മനസ്സലിഞ്ഞ് അദ്ദേഹം അവരോട് ഇങ്ങനെ പറഞ്ഞു: ഇനി മുതൽ നിങ്ങൾ ഇങ്ങോട്ട് വരേണ്ടതില്ല, ഞാൻ വന്ന് നിങ്ങൾക്ക് വേണ്ടി വിശുദ്ധ ബലി അർപ്പിക്കാം. അങ്ങനെയാണെങ്കിൽ ഒരാൾ മാത്രം കഷ്ടപ്പെട്ടാൽ മതിയല്ലോ എന്ന്. ആ മഹാമനസ്കൃതിയുടെ ഫലമാണ് ഇന്ന് ഈ മീൻകുന്നം ദേവാലയം ഇവിടെ ഉയർത്തപ്പെടുവാനിടയായത്. ഒത്തിരിയേറെ കഷ്ടപ്പാടുകളും ത്യാഗങ്ങളും ഏറ്റെടുത്ത് മൈലുകൾ താണ്ടി തന്റെ ആരോഗ്യവും സൗകര്യങ്ങളും ഒന്നും പരിഗണിക്കാതെ ഈ ഇടവക ജനത്തോടുള്ള സ്നേഹം, പാവപ്പെട്ട ദൈവജനത്തോടുള്ള സ്നേഹവും കരുതലും പ്രകടമാക്കിയ അദ്ദേഹം ഇവിടെ താൽക്കാലികമായി ഒരുക്കിയ ഷെഡിൽ വിശുദ്ധ ബലി അർപ്പിച്ച് ഇവിടെ ഒരു ദേവാലയത്തിന് ആരംഭം കുറിക്കുകയായിരുന്നു. ഈ ഒരു ഇടവകയെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ ഈ ഒരു ഇടവക ദേവാലയത്തിന്റെ സ്ഥാപകനായി അദ്ദേഹം ഇന്ന് ശോഭിക്കുമ്പോൾ, ഈ ഇടവകയെ സംബന്ധിച്ചിടത്തോളം ദൈവം ദാനമായി നൽകിയിരിക്കുന്ന വിശുദ്ധാത്മാവാണ് അദ്ദേഹം. ഈ ഇടവകയ്ക്ക് വേണ്ടി നിരന്തരം ദൈവസന്നിധിയിൽ മാധ്യസ്ഥം വഹിക്കുവാൻ ദൈവം കനിവ് നൽകിയ സ്വർഗീയ മധ്യസ്ഥൻ. ചെറുപ്പം മുതൽ വേദന അനുഭവിക്കുന്നവരോടും പാവങ്ങളോടും അഗതികളോടും ഒത്തിരിയേറെ അനുകമ്പയും സ്നേഹവും കരുതലും പ്രകടിപ്പിച്ചിരുന്ന വ്യക്തിയായിരുന്നു പയ്യപ്പള്ളി അച്ഛൻ. സെമിനാരി പഠനകാലം മുതൽ പാവങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, അഗതികളെ സംരക്ഷിക്കണം എന്നതൊക്കെ അദ്ദേഹത്തിന്റെ വലിയ സ്വപ്നമായിരുന്നു. അത് അദ്ദേഹം തന്റെ സഹവൈദികരോടും സുഹൃത്തുക്കളോടും സഹപാഠികളോടുമെല്ലാം പങ്കുവച്ചിരുന്നു. അങ്ങനെയിരിക്കുമ്പോൾ വിശുദ്ധ മത്തായി 25:40 സഹോദരന്മാര്, ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് എന്ന തിരുവചനം അദ്ദേഹത്തിന്റെ ഹൃദയത്തെ ആഴമായി സ്പർശിച്ചു. യുദ്ധത്തിന്റെ പരിണിത ഫലം എന്നോണം ഒത്തിരിയേറെ സാമ്പത്തിക തകർച്ചകളിലൂടെയും പകർച്ചവ്യാധികളിലൂടെയും പട്ടിണിയിലൂടെയും എല്ലാം കടന്നുപോയ ഒരു ജനതയെ സംരക്ഷിക്കുവാനുള്ള വലിയൊരു ഉത്തരവാദിത്വം അദ്ദേഹം ഏറ്റെടുക്കുകയായിരുന്നു. അന്നത്തെ ഈ സാമ്പത്തിക ഞെരുക്കങ്ങൾ മൂലം നോക്കാൻ യാതൊരു നിവൃത്തിയും ഇല്ലാത്തതിനാൽ പ്രിയപ്പെട്ടവരാൽ വഴിയോരങ്ങളിൽ ഉപേക്ഷിക്കപ്പെട്ട ഒത്തിരിയേറെ വൃദ്ധ സഹോദരങ്ങളെ ശുശ്രൂഷിക്കുവാൻ അദ്ദേഹം മനസ്സ് കാണിച്ചു. അതിനുവേണ്ടി ഒരു സാധു മന്ദിരം ആരംഭിക്കണം അദ്ദേഹത്തിന്റെ ആഗ്രഹം അന്നത്തെ അതിരൂപത മെത്രാപ്പൊലീത്ത മാർ അഗസ്റ്റിൻ കണ്ടത്തിൽ തിരുമേനിയുമായി അദ്ദേഹം പങ്കുവെക്കുകയുണ്ടായി. പ്രാർത്ഥിച്ചു കാത്തിരിക്കുക എന്നതായിരുന്നു പിതാവ് നൽകിയ. അതേസമയം തന്നെ കിഴക്കമ്പലം നിവാസികളായ 5 കന്യകമാർക്കും ഇതുപോലെ സാധുജനങ്ങളെ ശുശ്രൂഷിക്കണം,
അതിനായി ഒരു മഠത്തിൽ പ്രവേശിക്കണമെന്ന് ആഗ്രഹമുണ്ടായി. എന്നാൽ അന്നത്തെ കാലത്ത് നമ്മുടെ ഈ കേരളത്തിൽ സാധുജനങ്ങളെ ശുശ്രൂഷിക്കുന്ന ഒരു സന്യാസ സമൂഹം നിലവിലുണ്ടായിരുന്നില്ല. അതുകൊണ്ട് പുതിയൊരു മഠം, ഈ ഒരു ലക്ഷ്യത്തോടെ സാധുക്കളെ ശുശ്രൂഷിക്കുവാൻ പുതിയൊരു മഠം വേണം എന്ന ആഗ്രഹത്തോടെ അവരും പിതാവിനെ സമീപിക്കുകയുണ്ടായി. ഈ രണ്ടുപേരുടെയും ഹൃദയാഭിലാഷം ദൈവിക പദ്ധതിക്ക് വഴി തുറന്നപ്പോൾ അവിടെ കേരളത്തിൽ സാധുജനങ്ങൾക്ക് വേണ്ടിയുള്ള ആദ്യത്തെ സന്യാസ സമൂഹം രൂപം കൊള്ളുകയായിരുന്നു. അനൗദ്യോഗികമായി 1926 ഫെബ്രുവരി 2-ാം തീയതിയും ഔദ്യോഗികമായി 1927 മാർച്ച് 19-ാം തീയതിയും അഗതികളുടെ സഹോദരിമാരുടെ സന്യാസ സമൂഹം SD സിസ്റ്റേഴ്സ് ഓഫ് ദി ഡെസ്റ്റിറ്റ്യൂട്ട് എന്ന കേരളത്തിലെ അഗതി ശുശ്രൂഷയ്ക്കായുള്ള ആദ്യത്തെ സന്യാസ സമൂഹം ജന്മമെടുത്തു. അന്നത്തെ സാമൂഹ്യ നിലപാടുകളെല്ലാം തിരുത്തി എഴുതിക്കൊണ്ടായിരുന്നു ധന്യൻ വർഗീസ് പൈപ്പിള്ളി അച്ഛന്റെ നേതൃത്വത്തിലുള്ള സഹോദരന്മാരുടെ പ്രവർത്തനങ്ങളെല്ലാം. സ്ത്രീ ജനങ്ങൾ ഒത്തിരി മുൻപോട്ട് വരാതിരുന്ന ആ ഒരു സാഹചര്യത്തിൽ ഈ 5 കന്യകമാർ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വീടാന്തരം കയറിയിറങ്ങി പാവപ്പെട്ടവരെ, രോഗികളെ, ആരും വേണ്ടാതെ ഉപേക്ഷിക്കപ്പെട്ടവരെ എല്ലാം ശുശ്രൂഷിക്കുവാൻ മനസ്സ് കാണിച്ചു. അങ്ങനെയിരിക്കെ 1926 സെപ്റ്റംബർ 8-ാം തീയതി പതിവ് പോലെയുള്ള ഭവന സന്ദർശനത്തിനിടയിൽ വറീദ് എന്ന തളർന്ന ഒരു സഹോദരനെ കണ്ടുമുട്ടാനിടയായി. ഒപ്പം ആ ഭവനത്തിലുണ്ടായിരുന്ന പ്രായം ചെന്ന, അദ്ദേഹത്തെ നോക്കാൻ യാതൊരു നിവൃത്തിയും ഇല്ലാതിരുന്ന അദ്ദേഹത്തിന്റെ അമ്മയെയും. വെളിച്ചന്റെ നിർദ്ദേശമനുസരിച്ച് ഉടൻ തന്നെ ഈ കന്യകമാർ അവർ താമസിച്ചിരുന്ന ഒരു ചെറിയ കാവൽപ്പുരയിലെ ഒരു മുറിയിലേക്ക് ഈ വൃദ്ധ സഹോദരനെ കൂട്ടിക്കൊണ്ടുവന്ന് അവിടെ അദ്ദേഹത്തെ ശുശ്രൂഷിച്ചു. അതായിരുന്നു കേരളത്തിലെ ആദ്യത്തെ വൃദ്ധമന്ദിരം. ഈ വറീദ എന്ന സഹോദരനെ ശുശ്രൂഷിച്ച നമ്മുടെ സഹോദരിമാർ അദ്ദേഹത്തിന് വേണ്ടി ഭിക്ഷയാചിക്കാൻ തെരുവിലിറങ്ങാൻ പോലും മനസ്സ് കാണിച്ചു. അന്ന് ഈ സമൂഹത്തിൽ വലിയ നിലയും ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ധന്യൻ വർഗീസ് പൈപ്പിള്ളി അച്ഛൻ. നമ്മുടെ അതിരൂപതയിലെ പ്രഗത്ഭനായ ഒരു വൈദികൻ, ഒത്തിരിയേറെ ആദരവോടെ മറ്റുള്ളവർ നോക്കിക്കണ്ടിരുന്ന ഒരു വന്യ പുരോഹിതൻ. എന്നിട്ടും പാവങ്ങൾക്ക് വേണ്ടി ഒരു മടിയും കൂടാതെ തെരുവിലിറങ്ങാനും കൈനീട്ടാനും ഭിക്ഷയാചിക്കാനും അദ്ദേഹം മനസ്സ് കാണിച്ചു. അദ്ദേഹം തന്നെയാണ് ആദ്യ സഹോദരിമാരെ ഈ അഗതി ശുശ്രൂഷയ്ക്കുള്ള ആദ്യ പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുത്തത്. നിങ്ങൾ അധ്വാനിച്ചും ഭിക്ഷയാചിച്ചും നെല്ലുകുത്തി കഷ്ടപ്പെട്ടുമെല്ലാം പണം സമ്പാദിച്ച് തന്നെ ഈ സാധുജനങ്ങളെ ശുശ്രൂഷിക്കണമെന്നും നിങ്ങളുടെ ഭക്തി പാവങ്ങളോടുള്ള ഭക്തിയായിരിക്കണമെന്നും അഗതി ശുശ്രൂഷ നിങ്ങൾക്ക് നിരന്തരം ദൈവാനുഭവമായിരിക്കണമെന്നും ഈ പാവപ്പെട്ടവനെ ഈശോയെ എന്ന പോലെ ശുശ്രൂഷിക്കണമെന്നുമെല്ലാം പറഞ്ഞു പഠിപ്പിച്ച അദ്ദേഹം ഈ ശുശ്രൂഷ ചെയ്തു തന്നെയാണ് സഹോദരിമാർക്ക് വലിയ മാതൃക നൽകിയത്. സന്യാസത്തിന്റെ പാഠങ്ങൾ പഠിപ്പിക്കാൻ വന്ന മറ്റു സഹോദരിമാർ പോയപ്പോൾ അദ്ദേഹം സഹോദരിമാരെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നമ്മുടെ സന്യാസ സമൂഹത്തിന്റെ യഥാർത്ഥ ചൈതന്യം എന്തെന്ന്, ഈ പാവങ്ങളെ എങ്ങനെ ശുശ്രൂഷിക്കണമെന്ന് ഞാൻ തന്നെ നിങ്ങൾക്ക് പറഞ്ഞ് പഠിപ്പിച്ചു തരാമെന്ന്. അങ്ങനെ അഭയം തേടി തങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കൊണ്ടിരുന്ന ജനങ്ങളുടെ സംഖ്യ, സാധുക്കളുടെ സംഖ്യ കൂടി വന്നുകൊണ്ടിരുന്നു. പലതരത്തിൽ അധ്വാനത്തിലൂടെ അവരെ ശുശ്രൂഷിക്കുവാൻ സഹോദരിമാർ മനസ്സ് കാണിച്ചു. ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ സൂചിപ്പിച്ചതുപോലെ സന്യാസ സമൂഹം ആരംഭിച്ച് വരും 2 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ടൈഫോയിഡ് രോഗബാധിതനായി. മരണക്കിടക്കയിലായിരിക്കുമ്പോഴും തന്നെ കാണാനെത്തിയ സഹോദരിമാരോട് അദ്ദേഹത്തിന് ഒന്നേ പറയാനുണ്ടായിരുന്നുള്ളൂ, പ്രിയമക്കളെ, ദൈവഹിതം എന്തോ അത് നിറവേറുന്നതിന് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചാൽ മതി, മറ്റൊന്നും അപേക്ഷിക്കേണ്ട. ദൈവഹിതം എന്തോ അത് നടക്കട്ടെ. തീർച്ചയായും മരണക്കിടക്കയിലായിരിക്കുന്ന അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ശൈശവം പിന്നിടാത്ത ഈ സന്യാസ സമൂഹത്തിന്റെ നിലനിൽപ്പ് എങ്ങനെയായിരിക്കുമെന്ന്, താൻ ഏറ്റെടുത്ത് നടത്തിയ സാധു മന്ദിരത്തിന്റെ നിലനിൽപ്പ് എങ്ങനെയായിരിക്കുമെന്ന്, ഈ പാവങ്ങൾക്ക് ഇനി ആരുണ്ടാകും എന്നെല്ലാമുള്ള ഒത്തിരിയേറെ ആശങ്കകൾ അദ്ദേഹത്തിന് മനസ്സിലുണ്ടായിരുന്നെങ്കിലും അത് മുഴുവൻ ഒത്തിരിയേറെ വിശ്വാസത്തോടെ, ഇത് മുഴുവൻ ആരംഭിച്ചത് ദൈവമാണ് എന്ന വലിയ വിശ്വാസത്തോടെ ആ ദൈവകരങ്ങളിലേക്കെല്ലാം വിട്ടുകൊടുക്കാനും സ്വസ്ഥനാകാനും അദ്ദേഹത്തിന് സാധിച്ചു. സ്ഥാപക പിതാവിന്റെ ഈ യോഗത്തിന് ശേഷം നാമാവിശേഷമായി പോകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്ന ഒരു സന്യാസ സമൂഹമാണ് ഇന്ന് 98 വർഷങ്ങൾ പിന്നിടുമ്പോഴും 1800-ലധികം അംഗങ്ങളും 13 രാജ്യങ്ങളിൽ ഒത്തിരിയേറെ ഭവനങ്ങളുമുള്ള
പൊന്തിഫിക്കൽ പദവിയുള്ള ഒരു സന്യാസ സമൂഹമായി ഈ ലോകം മുഴുവനിലും കരുണയുടെ വലിയ സന്ദേശം പകർന്നു കൊടുത്ത് മുന്നോട്ട് പോകുന്നത്. അഗതി ശുശ്രൂഷയിൽ ആരംഭിച്ച് ഇന്ന് ഒത്തിരിയേറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആതുരാലയങ്ങളും സോഷ്യൽ സർവീസ് സെന്ററുകളും റീഹാബിലിറ്റേഷൻ സെന്ററുകളും വൃദ്ധജന ശുശ്രൂഷയും കുടുംബ പ്രേക്ഷിതത്വവും ജയിൽ മിനിസ്ട്രിയും ചേരി സമുദ്ധാരണവും തുടങ്ങി നിരവധി പ്രവർത്തനങ്ങൾ ST സന്യാസ സമിതി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. മാത്രമല്ല കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ ഏറ്റെടുത്തുകൊണ്ട് പുത്തൻ ചുവടുവയ്പ്പുകളുമായി സന്യാസ സമിതി മുമ്പോട്ട് പോവുകയാണ്. ഇന്ത്യയുടെ നാനാഭാഗങ്ങളിൽ സുപ്രീം കോടതിയിൽ പോലും ശുശ്രൂഷ ചെയ്യുന്ന അഭിഭാഷകരും സാമൂഹ്യ മാധ്യമ രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന സഹോദരിമാരും ഇന്ന് STക്ക് കൈമുതലായുണ്ട്. എല്ലാം പാവങ്ങൾക്ക് വേണ്ടി, എല്ലാം ഈശോയുടെ പാവങ്ങൾക്ക് വേണ്ടി അവിടുത്തെ കരുണാർദ്ര സ്നേഹത്താൽ നിർബന്ധിതമായി ചെയ്യുന്ന ഈ ST സന്യാസ സമൂഹം ഈ ലോകത്ത് ഇന്ന് കരുണയുടെ വറ്റാത്ത ഒരു ഉറവിടമായി നിലകൊള്ളുകയാണ്. ധീരതയോടെ ഈ കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ ഏറ്റെടുത്ത് ST സമൂഹം മുൻപോട്ട് പോകുമ്പോൾ അവർക്ക് കൈമുതലായുള്ളത് അന്ന് ഈ കാലഘട്ടത്തിൽ ഈ സാമൂഹ്യ നിലപാട് സമൂഹത്തിൽ നിലനിന്നിരുന്ന വെല്ലുവിളികളെ എല്ലാം ഏറ്റെടുത്ത് ധീരതയോടെ അവയ്ക്ക് വേണ്ടി പ്രത്യത്തിരിച്ച ധന്യൻ വർഗീസ് പൈപ്പിള്ളി അച്ഛന്റെ മാതൃകാപരമായ ജീവിതമാണ്. ഇന്ന് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം സ്ഥിതി ചെയ്യുന്നത് കോന്തുരുത്തി സെന്റ് ജോൺ ദ വിൻസിയാനോസ് ദേവാലയത്തിലാണ്. ഇന്നും ഒത്തിരിയേറെ ആളുകൾ അവിടെ പ്രാർത്ഥിക്കാനായി കടന്നു വരുന്നു. വെളിച്ചത്തിന്റെ മാധ്യസ്ഥ്യം വഴിയായി ഒത്തിരിയേറെ അത്ഭുതങ്ങൾ, രോഗശാന്തിയും അടയാളങ്ങളും എല്ലാം സംഭവിക്കുന്നുമുണ്ട്. നമുക്ക് എല്ലാവർക്കും കടന്നു ചെല്ലാവുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമായി നമുക്ക് വേണ്ടി മാധ്യസ്ഥ്യം യാചിക്കാൻ കരുത്തുള്ള വെളിച്ചന്റെ സന്നിധിയിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. ഇന്ന് നമുക്കറിയാം, അദ്ദേഹത്തിന്റെ കബറിടം തുറന്നപ്പോൾ കായലോരത്ത് സ്ഥിതി ചെയ്യുന്ന ദേവാലയമാണ് കോന്തുരുത്തി എന്നതിനാൽ തന്നെ ഭൗതിക ശരീര അവശിഷ്ടങ്ങൾ തിരുശേഷിപ്പായി നമുക്കൊന്നും ലഭിക്കില്ല എന്ന് പോലും നാം കരുതിയിരുന്നിടത്ത് എല്ലാവരെയും വിസ്മയിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ കബറിടം തുറന്നപ്പോൾ നമുക്ക് കാണാനായത് ഒരു അസ്ഥി പോലും അഴുകാതെ എങ്ങനെ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം സംസ്കരിച്ചുവോ അതുപോലെ ആ ശരീരത്തിലെ അസ്ഥികൾ സംരക്ഷിക്കപ്പെട്ടു എന്നതാണ്. സങ്കീർത്തകന്റെ വചനങ്ങൾ പ്രാവർത്തികമാക്കുന്നത് പോലെ നീതിമാനായ വിശ്വാസിയായ അടിയുറച്ച ദൈവത്തെ അനുഗമിച്ച അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരത്തിലെ ഒരസ്ഥി പോലും തകരുവാൻ ദൈവം അനുവദിച്ചില്ല. ഇന്ത്യൻ സന്യാസ സമൂഹത്തിലും പുറമെയുള്ളവരിലും പ്രത്യേകമായി ഒത്തിരി കുടുംബങ്ങളിലും അദ്ദേഹം തന്റെ സ്നേഹ ശുശ്രൂഷ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അഗതികളും പാവപ്പെട്ടവരും എന്തിന് അദ്ദേഹത്തെ കണ്ടുമുട്ടിയവരെല്ലാം ഒന്നൊഴിയാതെ ഏറ്റുപറയുന്നു. ഒരു തവണ അദ്ദേഹത്തെ കണ്ടവരോ അദ്ദേഹത്തിന്റെ സ്നേഹം അനുഭവിച്ചവരോ പിന്നീട് ഒരിക്കലും അദ്ദേഹത്തെ മറക്കില്ല. അത്രമാത്രം ആർദ്രമായ സമീപനം, മറ്റുള്ളവരെ ജാതി മത ഭേദമെന്നെ ചേർത്ത് നിർത്തുവാനുള്ള നല്ലൊരു ഉദാരമായ മനസ്സ്, ഇതെല്ലാം അദ്ദേഹത്തിനുണ്ട്. ഇന്ന് ഈ സന്യാസ സമൂഹത്തിന് വലിയൊരു കാവലാളായി അദ്ദേഹം നിൽക്കുന്നത് പോലെ ഈ മീൻ സാധിക്കും. ഞങ്ങളുടെ ഏതൊരാവശ്യത്തിനും ഞങ്ങളെ സഹായിക്കാൻ, ഞങ്ങൾക്ക് പ്രാർത്ഥനകൾ ദൈവസന്നിധിയിലേക്ക് ഉയർത്താൻ ഞങ്ങൾക്ക് സ്നേഹനിധിയായ ഒരപ്പനുണ്ട്. സ്വർഗത്തിൽ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കാൻ ധന്യൻ വർഗീസ് പൈപ്പിള്ളി അച്ഛനുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ഏതൊരാവശ്യങ്ങൾക്കും ഈ അപ്പന്റെ അരികിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. നമ്മുടെ കുടുംബങ്ങളിലെ പ്രശ്നങ്ങൾ, രോഗങ്ങൾ, അപകടത്തിങ്കൽ പ്രാർത്ഥിക്കാനായും സ്നേഹപൂർവ്വം നമുക്ക് കടന്നു ചെല്ലാം. ഒപ്പം തന്നെ ഞങ്ങളുടെ ഈ സന്യാസ സമൂഹം തുടർന്നുകൊണ്ടിരിക്കുന്ന അദ്ദേഹം ആരംഭിച്ച കരുണയുടെ ശുശ്രൂഷ ലോകം മുഴുവനിലേക്കും കൂടുതൽ തീക്ഷ്ണതയോടെ പകർന്നു കൊടുക്കുവാനുള്ള വലിയ കൃപയും അഭിഷേകവും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. ഒപ്പം തന്നെ അദ്ദേഹം സ്ഥാപിച്ച ഈ മീൻകുന്നം ഇടവകയിൽ നിന്ന് സന്യാസ സമൂഹത്തിലേക്ക് ധാരാളം തീക്ഷ്ണതയുള്ള ദൈവവിളികൾ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിന്റെ മാർഗം പിന്തുടർന്ന് ഈ മീൻകുന്നം ദേവാലയത്തിൽ കരുണയോടെ കടന്നു വന്ന അദ്ദേഹത്തിന്റെ ആ സ്നേഹ സമീപനം, സ്നേഹ ശുശ്രൂഷ ഈ ലോകം മുഴുവനും ഇനിയും പകർന്നു കൊടുക്കുവാൻ തീക്ഷ്ണതയുള്ള മക്കൾ നമ്മുടെ ഈ തലമുറയിൽ നിന്ന്, ഈ ഇടവകയിൽ നിന്ന് കടന്നു വരുവാൻ പ്രിയ മാതാപിതാക്കളെ നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈ ഇടവകയ്ക്ക് അദ്ദേഹത്തിന്റെ മധ്യസ്ഥത്താൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇനിയും തുടർന്നും അദ്ദേഹത്തിന്റെ മാധ്യസ്ഥം വഴിയായി നാം എല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. നന്ദി.
എനിക്ക് വേറെ വിളിച്ചപ്പോ